Welcome to Machinery World. Hi Jagadish. Hi. Nice to meet you. Thank you. നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ പറ്റും. ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഈ സ്റ്റാളിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങൾ, വിശേഷിച്ച് നമ്മുടെ കേരളീയർക്ക് വളരെയധികം പിന്നെ ഐറ്റംസ് ഈ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, അതുപോലെ തന്നെ മറ്റ് ഫാമിങ്, പിന്നെ വെൽ വാട്ടറിൻ്റെ സപ്ലൈ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മോസ്റ്റ്ലി പമ്പ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ടാങ്കുകളെല്ലാം ഇവിടെ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ ഡിസ്പ്ലേയിൽ നമ്മുടെ പ്രീമിയർ പൈപ്സിൻ്റെ കമ്പനി ഇവിടെ ഡിസ്പ്ലേയിൽ വച്ചിരിക്കുന്നതും അതുപോലെ തന്നെ കമ്പനി മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഉൽപ്പന്നങ്ങളെക്കുറിച്ച്, സേവനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? ചെയ്യാം സർ. ഞാൻ പ്രീമിയർ പൈപ്സ് ആൻഡ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. നമ്മൾ അഗ്രി ഇൻഡെക്സിൻ്റെ റെഗുലേഷൻ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കോയമ്പത്തൂർ ODCയിൽ ഇട്ടിരിക്കുന്ന സ്റ്റാളിലാണ്. ഇത് നമ്മുടെ പ്രോഡക്റ്റുകൾ മൊത്തം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ HDP പൈപ്സ്, സെക്ഷൻ ഹോസുകൾ, ഗാർഡൻ ഹോസുകൾ, വാട്ടർ ടാങ്കുകൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ് നമ്മളിതുണ്ട്. ആദ്യം നമ്മൾ PVC പൈപ്പിലേക്ക് ഒന്ന് കടക്കാം. PVC പൈപ്പിൽ നമ്മുടെ 2 ടൈപ്പ് പൈപ്പുകളുണ്ട്. PVC പൈപ്പ് നമ്മുടെ 2 ടൈപ്പ് പൈപ്പുകളുണ്ട്. ISI പൈപ്പുണ്ട്, നോൺ ISI പൈപ്പുണ്ട്. PVC നമ്മൾ 1 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെ പ്രൊഡക്ഷൻ ഉണ്ട്. അതിൽ ISI ഉണ്ട്, നോൺ ISI ഉണ്ട്. 2 ടൈപ്പ് പൈപ്പുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കേസിംഗ് പൈപ്പുകളും ചെയ്യുന്നുണ്ട്. UPVC പ്ലംബിംഗ് പൈപ്പ് അതിനെ സാധാരണ പറയാം. അത് കഴിഞ്ഞ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് HDP പൈപ്സ് ആണ്. ഇത് നമ്മൾ HDP പൈപ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൊഡക്ഷൻ റേഞ്ച് പറയാൻ നമുക്ക് 1 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെ പ്രൊഡക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പുകളാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പ് അതേപോലെ നമുക്ക് 3 ടൈപ്പ് പൈപ്പുകളുണ്ട്. 16 mm, 20 mm, 12 mm അങ്ങനെ 3 റേഞ്ചിലുള്ള പൈപ്പുകളുണ്ട്. അത് കഴിഞ്ഞാൽ വാട്ടർ ടാങ്കുകൾ നമുക്ക് 500 ലിറ്റർ മുതൽ 5000 ലിറ്റർ വരെ പ്രൊഡക്ഷൻ ഉണ്ട്. അല്ലാതെ ഈ ഐറ്റംസ് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ടാങ്കാണ്. ഇത് ക്യാപ്സ്യൂൾ ടാങ്കാണ്. ഇത് ക്യാപ്സ്യൂൾ ടാങ്കാണ്. വാട്ടർ ടാങ്കിൽ നമുക്ക് 500 ലിറ്റർ മുതൽ 5000 ലിറ്റർ ആണ് പ്രൊഡക്ഷൻ ഉള്ളത്. അതിൽ 3 കളറ് നമ്മൾ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ് അങ്ങനെ 3 റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് മൊത്തം നമ്മുടെ പ്രീമിയർ പൈപ്സിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ഇത് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്സ് ആണ്. ഇത് നമ്മൾ വേറെ ഹോം യൂസ് പർപ്പസിന് വേണ്ടിയുള്ള കിറ്റുകളാണ്. ഇത് ഏകദേശം 700 രൂപ റേഞ്ച് ആയിരിക്കും വരിക. ഇത് ചെറിയൊരു ഹൗസ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള ഒരു 25 ചെടികൾക്ക് സെറ്റ് ചെയ്യണ പോലെയാണ്. ഇത് ഏകദേശം 18 മീറ്റർ ആയിരിക്കും ലെങ്ത് വരിക. ഈ ഓസിന്റെ ലെങ്ത് പറയാൻ 18 മീറ്റർ ആയിരിക്കും ലെങ്ത് വരിക. ലെങ്ത് വരിക. ഈ കാണുന്ന അതാங்க அப்படி பண்றீங்க. ഇത് നമ്മുടെ സെക്ഷൻ ഹോസുകളാണ്. നമുക്കിത് 3/4 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെയാണ് പ്രൊഡക്ഷൻ ഉള്ളത്. ഇതിന് നമ്മുടെ 3 ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. പ്രീമിയർ ക്ലാസിക്, പ്രീമിയർ എലൈറ്റ്, പ്രീമിയർ ഫ്ലെക്സ് എന്ന് പറയുന്ന 3 റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പ്. ഇത് 12 mm, 16 mm, 20 mm എന്ന് പറയുന്ന 3 റേഞ്ചിലുള്ള പൈപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സെക്ഷൻ ഹോസുകൾ, ഇത് നമ്മുടെ ഗാർഡൻ ഹോസ്. ഇത് സ്പെഷ്യൽ ടൈപ്പ് പ്രൊഡക്റ്റാണ്. നമുക്ക് 6 ലൈൻ എന്ന് പറയും. മാർക്കറ്റിൽ റെയർ ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റാണ്. ഇത് ഇൻലൈൻ ലാറ്റർ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇത് ഇൻലൈൻ ലാറ്റർ പറയുന്ന പ്രൊഡക്റ്റാണ്. ഈ കോയിലിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ ഓരോ കണക്ടർ വരും. ഈ കണക്ടർ ഡിസ്റ്റൻസ് പറയാം 30 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ പറഞ്ഞ ഡിസ്റ്റൻസിലാണ്. ഇതിൽ കറക്റ്റായിട്ട് നമ്മൾ ചെടികളെ വെക്കുന്ന സമയത്ത് ഏത് ഡിസ്റ്റൻസിൽ നമ്മൾ പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ടോ ആ ഡിസ്റ്റൻസിലേക്ക് ഇത് നിവർത്തി ഇട്ട് കൊടുത്താൽ മതി. ഡ്രോപ്പ് ആയിട്ട് വെള്ളം അതിൻ്റെ ഫ്രണ്ടിലേക്ക് പൊയ്ക്കോളും. ട്യൂബിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 500 മീറ്റർ റോളായിരിക്കും വരിക. എക്സ്റ്റെൻഡ് ചെയ്ത് ഇട്ടാൽ മതി. എത്ര ഡിസ്റ്റൻസ്? 500 മീറ്റർ ആണ് റോള് വരിക. നിങ്ങൾ പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് 1/2 കിലോമീറ്ററോ? അതെ, റോളിന്റെ ലെങ്ത് വരിക. 1/2 കിലോമീറ്റർ റോളിന്റെ ലെങ്ത് വരിക. നമുക്ക് ഇപ്പൊ ചെടികൾ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഏത് ഡിസ്റ്റൻസ്, 1 അടിയാണോ 1 അടി, 1.5 അടിയാണോ 1.5 അടി, ആ ഡിസ്റ്റൻസിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് അവസാനം അങ്ങനെ നിവർത്തിയിട്ട് കൊടുത്താൽ മതി. ഇതാണ് ലോഫ്റ്റ് ടാങ്ക്.
സ്പേസ് കുറഞ്ഞുള്ള ആൾക്കാർക്ക് അത് സൗകര്യത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടാങ്കാണ്. ഇത് നമുക്ക് 3 സൈസ് വരുന്നുണ്ട്. 750 ലിറ്റർ, 1000 ലിറ്റർ, 1500 ലിറ്റർ, അങ്ങനെ 3 ടൈപ്പുള്ള ടാങ്കുകളാണ് ഇതിൽ വരുന്നത്. ഇത് പിന്നെ അണ്ടർഗ്രൗണ്ട് അല്ല അണ്ടർഗ്രൗണ്ട് ടാങ്ക് അല്ല, വാട്ടർ ടാങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓവർഹെഡ് ടാങ്കിനെയാണ്. സ്പേസ് കുറഞ്ഞ ആൾക്കാർക്ക് വെക്കാനുള്ള സ്പേസ്, സ്ഥല സൗകര്യമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് വാഷ് ചെയ്യാൻ സൗകര്യമായിരിക്കും. ഹൈറ്റ് കുറഞ്ഞത് കൊണ്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ HDP പൈപ്പ്സ്. നമ്മുടെ ഈ കാണുന്ന പൈപ്പ്സ് ഒക്കെ നമ്മൾ ഒന്ന് കവർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. സന്തോഷന നമ്മുടെ HDP പൈപ്പ്സ് ആണ്. ഇത് 12 ഇഞ്ച് സൈസ് വരും. ഇത് 10 ഇഞ്ച്, 6 ഇഞ്ച് ഇങ്ങനത്തെ സൈസുകളായിരിക്കും വരിക. ആപ്ലിക്കേഷൻ എന്താണ് സാർ ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ? ഇത് ബോർവെല്ലിൽ ഉപയോഗിക്കുന്ന പൈപ്പ് തന്നെയാണ്, അല്ലാതെ വാട്ടർ ലൈനിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഹെവി ഡ്യൂട്ടിയാണ്. ഹെവി ഡ്യൂട്ടി പൈപ്സുകളാണ്. ഫ്യൂച്ചറിൽ ഇത് മൊത്തം വാട്ടർ ഇറിഗേഷൻ വർക്കിലേക്ക് മൊത്തം PVC മാറിയിട്ട് അല്പം HDP മാറിക്കൊണ്ടിരിക്കണം. HDPയിലേക്ക് മാറിക്കൊണ്ടിരിക്കണം. ഇത് നമ്മുടെ HDP കോസ്റ്റ് വൈസ് കൂടുതലാണ്. PVC വൈസ് കൂടുതൽ, PVCക്കാളും HDP കൂടുതലാണ്. പക്ഷെ നല്ല ലൈഫ് ലോങ് ആയിട്ട് പ്രൊഡക്റ്റ്. ഇത് മൊത്തം സ്പ്രിംഗ്ലർ പൈപ്പുകളാണ്. ഇത് സ്പ്രിംഗ്ലർ പൈപ്പിന്റെ ഫിറ്റിംഗ്സ് ആണ്. ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പൈപ്പുകളും ലോക്ക് ടൈപ്പ് വരിക. ഈ സാധനം ഉള്ളിൽ പ്രസ് ചെയ്തിട്ട് ഈ സംഭവം ഉണ്ടല്ലോ, ഈ ലോക്ക് എടുത്തിട്ട് ഈ സാധനം ഉള്ളിൽ ഒന്നും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ? ഒരു മിനിറ്റ് സാർ, ഞാൻ നോക്കട്ടെ. ഈ സാധനം ഫുള്ളായിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി നിൽക്കുന്നതല്ല, തനിച്ചെടുത്തിടണം. ഇത് നമ്മുടെ അഡീഷണൽ ഫിറ്റിംഗ്സ് ഒന്നും വേണ്ട. അഡീഷണൽ ഫിറ്റിംഗ്സ് ഒന്നും വേണം. ഇത് ലെങ്ത് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അഡീഷണൽ ഫിറ്റിംഗ്സ് ഉണ്ട് സാറേ. ഇതൊക്കെ അതിന് വരുന്ന അഡീഷണൽ ഫിറ്റിംഗ്സ് ആണ്. ഇതിന്റെ അഡീഷണൽ വരുന്ന ഫിറ്റിംഗ്സ് ആണ്. ഈ ത്രെഡ് ഇടുന്നതായിരിക്കും പൈപ്പ് കൊടുക്കുക. ഈ പൈപ്പ് കൊടുത്തിട്ടായിരിക്കും സ്പ്രിംഗ്ലർ പൈപ്പ് കണക്ട് ചെയ്യുക. ഇത് 6 മീറ്റർ ലെങ്ത് ആയിരിക്കും പൈപ്പ് വരിക. ഈ 2 പൈപ്പും ജോയിന്റ് ചെയ്ത് ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം ലോക്കാവും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കാവും. പിന്നെ അത് അഴിഞ്ഞു വരില്ല. പിന്നെ ലോട്ട് ഓഫ് ഹോസസ് ആർ ദേർ, നോ? അതെ അതെ അതെ. പ്രഷർ ലെവലിനനുസരിച്ച് ഐറ്റംസ് മാറിക്കൊണ്ടേയിരിക്കും. ഡെപ്തിനനുസരിച്ചും പ്രഷറിനനുസരിച്ചും ഗ്രാവിറ്റി ഫോഴ്സിനനുസരിച്ചുള്ള പ്രഷറിലായിരിക്കും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ പ്രീമിയറുടെ അടുത്ത 3 ലെയർ വാട്ടർ ടാങ്കുകളാണ്. ഇതിൽ നമ്മൾ കുറേ വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട്. ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, യെല്ലോ, റെഡ്, ഗ്രീൻ, അങ്ങനെ പല വെറൈറ്റിയുള്ള കളറുകളും ചെയ്യുന്നുണ്ട്. HDP അല്ലേ? അതെ, ഇതിലുള്ള LLDP പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ LLDP ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ആപ്ലിക്കേഷനെ, അതായത് ഒരു ലോ പ്രഷർ റേഞ്ചിലുള്ള തന്നെ പറ്റുള്ളൂ. എന്താ സാറേ ഈ LLDP? അല്ല നല്ല റേഞ്ചിൽ ചെയ്യാൻ പറ്റും. HDയേക്കാളും യൂസ്ഫുൾ ഇത് തന്നെയാണ്, LDP തന്നെയാണ്. സ്ട്രെങ്ത് വൈസ് LD തന്നെയാണ് നല്ലത്. LD? അതെ. HD ആകുമ്പോൾ ലോ വെയിറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് 3 ലെയർ ടാങ്ക് 25 കിലോ വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് HD എടുക്കുന്ന സമയത്ത് ലോ വെയിറ്റ്, ഒരു 17 കിലോ ഒക്കെ വെയിറ്റ് വരുള്ളൂ ആ സാധനം. അത് ഹാൻഡിൽ ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. ഇത് നമ്മുടെ ഗാർഡൻ ഹോസിലാണ്. ക്ലാസിക് പറഞ്ഞ ബ്രാൻഡിലാണ് നമ്മുടെ ഗാർഡൻ ഹോസ് ചെയ്യുക. പ്രീമിയർ ക്ലാസിക് പറഞ്ഞ ബ്രാൻഡിലാണ് നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റിലൊക്കെ വരിക. ഇത് ലെവൽ ട്യൂബിളാണ്. അത് ഗാർഡൻ ഹോസ് പ്രീമിയർ എലൈറ്റ് പറഞ്ഞ സംഭവമാണ്. അത് കഴിഞ്ഞ് ഇത് ഡ്രിപ്പിൻ്റെ ഫിറ്റിങ്സ് ഒക്കെയാണ്. ഡ്രിപ്പ് ഹോസുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ്. ഇത് ഡ്രിപ്പിൻ്റെ ട്യൂബും ഇത് ഡ്രിപ്പിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ്. ഇതിന് 3 ടൈപ്പ് ഫിറ്റിങ്സ് ഉണ്ട്. 20 mm, 16 mm, 12 mm. ഇതിനുള്ള ഹോൾ റേഞ്ചുള്ള ഫിറ്റിങ്സ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞത് മൈക്രോ സ്പ്രിംഗ്ലറിൻ്റെയാണ്. അതിൻ്റെ കണക്ടർ, ടാപ്പ് എല്ലാ ഐറ്റംസും കിട്ടും. ഇത് ഡ്രിപ്പറുകളാണ്. ഇത് അഡ്ജസ്റ്റബിൾ ഡ്രിപ്പുകളാണ്. ഇത് 1 മണിക്കൂറിൽ 16 ലിറ്റർ വരെ വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ നോർമൽ ഡ്രിപ്പേഴ്സ് എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ 8 ലിറ്ററും 1 മണിക്കൂർ 6 ലിറ്ററും വരുന്ന രീതിയിലുള്ള സെറ്റപ്പാണ്. ഈ ഐറ്റംസ്, ഈ ഡ്രിപ്പർ ഉണ്ടല്ലോ, ഈ ഡ്രിപ്പർ ഈ ഓസിൻ്റെ തലയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കമ്പനിയുടെ ഓഫീസ് നമ്പർ 9944600600. പല്ലടത്താണ് യൂണിറ്റ്. 9944600600. നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് പല്ലടം പറഞ്ഞ സ്ഥലത്താണ്, കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൽ ഒരു 40 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരും. നമ്മുടെ ഓൾ റേഞ്ചുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട്. പ്ലംബിംഗ് സൊല്യൂഷൻ, ഏത് രീതിയിലുള്ള പ്ലംബിംഗ് സൊല്യൂഷൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്, അവൈലബിൾ ആണ്.